കണ്ണൂരിൽ പള്ളിപ്പെരുന്നാളിനും ഡി ജെ പാർട്ടി. എൻ്റെ പുണ്യാള, വിശ്വാസികളുടെ ഈ കുന്തളിപ്പ് കണ്ടൊന്നും ഓടിത്തള്ളരുതേ. വിശുദ്ധിയോടെ നടത്തേണ്ട പള്ളിപ്പെരുന്നാളൊക്കെ ഇങ്ങനെ പേക്കൂത്താക്കിയാൽ ഇതൊക്കെ കണ്ടങ്ങെല്ലാം സഹിച്ചും ക്ഷമിച്ചുമൊക്കെ എങ്ങനെയാണ് കർത്താവിനും പുണ്യാളിനുമൊക്കെ ഇരിക്കേണ്ടി വരിക? ഒടുവിൽ കർത്താവും പുണ്യാളനും കലിപ്പായി. ദാ ഡി ജെ പാർട്ടിയുടെ അവസാനം ചറപറ അടി. അടി എന്ന് വെച്ചാൽ ഒന്നൊന്നര അടി. Kissy face into your phone, but I'm trying to kiss your lips for real. Red hots, that's what I'm on, yeah. Come give me something I can feel. Patı, kissy face into your phone, but I'm trying to kiss your lips for real. Red hots, that's what I'm on, yeah. Come give me something I can feel. മലബാർ കുടിയേറ്റത്തിലെ ക്രിസ്ത്യാനികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമാണ് പേരാവൂർ തൊടിയിൽ സെന്റ് ജോസഫ് പള്ളി. അതായത് ഇപ്പോൾ ഈ പെരുന്നാൾ നടന്ന പള്ളി. ഇവിടെ 10 ദിവസമായി നടന്ന പെരുന്നാളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഈ ഡി ജെ പാർട്ടി ആയിരുന്നു. അഴകാർന്ന പെൺകൂന്തലുകൾ സ്റ്റേജിൽ ആടിത്തിമിർക്കുന്നതും അവരുടെ ശരീരാഴകിനെ വർണ്ണാഭമാക്കുന്ന ലൈറ്റുകളും സൗണ്ടുകളും കൊണ്ട് കാണികളെന്ന് പറയാൻ പറ്റില്ല, വിശ്വാസികളെ കോൾമയർ കൊള്ളിക്കുന്ന പെരുന്നാളായിരുന്നു ഇത്തവണ പള്ളിയിൽ നടന്നത്. ഇതുവരെ ഡി ജെ പാർട്ടി എന്നത് ഹോട്ടലുകളിലും റിസോർട്ടുകളിലുമൊക്കെ ആയിരുന്നുവെങ്കിൽ ഇപ്പോഴിതാ പള്ളികളിലേക്കും ഡി ജെ പാർട്ടി എത്തിയിരിക്കുകയാണ്. ഇതിൽ അസൂയപ്പെടേണ്ട കാര്യം ഒന്നുമില്ല, വിമർശകർ നെറ്റിച്ചുളിക്കേണ്ട കാര്യമില്ല, അസൂയാലുക്കൾ ഇതിനകത്ത് പരിഭവപ്പെട്ടിട്ടും കാര്യമില്ല. കാരണം കാലത്തിനനുസരിച്ച് നടക്കുകയാണ് കത്തോലിക്ക പള്ളികൾ. കാലത്തിനനുസരിച്ച് പരിഷ്കാരങ്ങളെല്ലാം വരികയാണ്. പള്ളികളിൽ ഒരു കാലത്ത് മാർഗംകളിയും നാടകവുമൊക്കെ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ പള്ളികളിൽ ഇതാദ്യമായിട്ടാണ് ഡി ജെ പാർട്ടി അരങ്ങേറുന്നത്. പെൺ സൗന്ദര്യത്തിന്റെ മാദകത്വം എടുത്തു കാട്ടുവാൻ ഡി ജെ സംഗീതവും ഈശോയെ ചുറ്റിപ്പറ്റിയുള്ള ഭക്തിഗാനവും, അതിന് നിറം പകരാനായി രാത്രിയുടെ നിറവിൽ നിശാഗീതങ്ങളുമൊക്കെയായി പള്ളിയിൽ പെരുന്നാളിന് ഡി ജെ പാർട്ടി അങ്ങ് തകർത്തു തിമിർത്തു. ഡി ജെ പാർട്ടി ഒരു വശത്ത് തകർത്തപ്പോൾ മലയോരത്തെ വിശ്വാസികളുടെ സിരകളിലൂടെയും ചിലരുടെ സിരകളിലൂടെയും ഒക്കെ മദ്യത്തിന്റെ ഒഴുക്കും ആവേശവും ഒക്കെ ഉണ്ടായി. പിന്നെ അങ്ങ് ചോദ്യം ചെയ്യലായി, അടിയായി, പിടിയായി. ഇതൊക്കെ ധാർമ്മികമാണോ അധാർമികമാണോ എന്നുള്ള ചോദ്യം. മുൻപിൽ നിന്ന് തുടർന്ന് അധാർമികവാദികളും ധാർമ്മികവാദികളും ഒക്കെ ഒന്ന് കൈവച്ചു, അടിയായി, കൂട്ടത്തല്ലായി, രണ്ടിടത്ത് അടിപൊട്ടി. ഇതാണ് ജനസംസാരം. പേരാവൂരിലെ സെന്റ് ജോസഫ് പള്ളി എപ്പോഴും മലബാറിലെ കുടിയേറ്റ ചരിത്രത്തിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ച സ്ഥാപനമാണ്. തലശ്ശേരി അതിരൂപതയുടെ ആദ്യകാല പിതാവായിരുന്ന കുടിയേറ്റ ജനതയുടെ നേതാവായിരുന്ന വള്ളോപ്പള്ളി പിതാവിന്റെ അനുഗ്രഹവും ആശീർവാദവും ഈ ദേവാലയത്തിനായിരുന്നു. മലബാറിലെ ആദ്യത്തെ പള്ളിക്കൂടം ഈ ദേവാലയത്തിനെ ചുറ്റിപ്പറ്റിയായിരുന്നു. മലബാർ കുടിയേറ്റത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥിരാകേന്ദ്രമായിരുന്നു ഈ ദേവാലയം. അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന ദേവാലയത്തിലാണ് 10 ദിവസത്തെ പെരുന്നാളിന് നല്ല ഒന്നാന്തരം ഡി ജെ പാർട്ടി വെച്ച് അങ്ങ് മിന്നിച്ചു കളഞ്ഞത്. ഡി ജെ പാർട്ടി കണ്ടതും വയറ്റിലുള്ള ലഹരിയുള്ള വിശ്വാസികൾ ചോദ്യം ചെയ്യലും പിന്നീട് നല്ല അടിയും തല്ലും അങ്ങ് തുടങ്ങുകയായിരുന്നു നമ്മുടെ ഈ കത്തോലിക്ക വിശ്വാസികളിൽ. പിന്നെ പെരുന്നാളിൽ ഡി ജെ പാർട്ടി അങ്ങ് പൊളിച്ചു. വിശ്വാസികൾ ലഹരി മൂത്ത് ഡി ജെ പാർട്ടി കണ്ടും കൊണ്ടും ആനന്ദ ലഹരിയിൽ അടിപൊളി പൂരമാക്കി മാറ്റിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.